ഇന്നൊരു ബീഫ് കുറുമ വെച്ചാലോ? നല്ലതല്ലേ? 600 ഗ്രാം ബീഫ് ഇത്രയും വലിപ്പത്തിലുള്ള പീസാക്കി ഇച്ചിരി നെയ്യുള്ളതാണ് നല്ലത് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ പേര് എന്നോട് ചോദിക്കുകയും ചെയ്തായിരുന്നേ ബീഫ് കുറുമ. പക്ഷേ നമ്മുടെ കുറുമ നമ്മുടേതായ രീതിയിലാണ് കേട്ടോ. അതെന്നാന്ന് ചോദിച്ചാല് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ സാധാരണ ആ പഴയ സ്റ്റൈലിൽ തന്നെയുള്ള ഒരു ബീഫ് കുറുമയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 2 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു 10-12 ചെറിയുള്ളി, ഒരു 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇത് പട്ട ഗ്രാമ്പൂ ഏലക്ക അതും നമുക്ക് പാകത്തിന്, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ പൊടി ഐറ്റംസ് ആണ് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി. ഇത് പച്ചമല്ലി തന്നെ വേണം കേട്ടോ. പച്ചമല്ലി പൊടിച്ചതാണ്. ഇത് വറുത്ത മല്ലിക്കെക്കാട്ടിലും ടേസ്റ്റ് പച്ചമല്ലി പൊടിച്ചതിനാണ്. ഇതൊരു സ്പെഷ്യലാണ്. എല്ലാവരും മറ്റും ഇടുവോന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ജീരകപ്പൊടിയാണ്, ചെറുജീരകമാണ് കേട്ടോ. തൈരുണ്ട്, കുറച്ച് മല്ലിച്ചപ്പ്, 1-ാം പാല്, 2-ാം പാല്, പിന്നെ വേണ്ടുന്നത് കുറച്ച് കാഷ്യൂ പേസ്റ്റ്, കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി വേണം. ഇതൊക്കെ തന്നെ. ഇനിയും ചേർക്കുമ്പോൾ ഓരോന്നിങ്ങനെ കാണിച്ചു തരാവേ. 600 ഗ്രാം ബീഫ് കഴുകി എടുത്ത് വെച്ചത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, 2-ാം പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ബാക്കി കൂടി ഇരിക്കട്ടെ. ഇനി നമുക്ക് മൂടി വെച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേക്കാം. 2 കറിവേപ്പിലയും കൂടി മൂടി വെച്ച് ഒരു 4-5 വിസിൽ വരട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ബീഫിന്റെ സ്വഭാവമൊക്കെ നോക്കണം, മൂത്തതാണോ ഇളയതാണോ എന്നൊക്കെ അറിയണ്ടേ. എന്തായാലും ഒരു 4-5 വിസിൽ വരട്ടെ. 4 വിസിലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങ് വെച്ചേക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കാവേ. നമ്മുടെ ബീഫ് 4 വിസിലിൽ വെന്തിട്ടില്ല കേട്ടോ, ഇച്ചിരി മൂത്താന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അതവിടെ ഇരുന്ന് വെന്തോട്ടെ. ഇനിയും വേറൊരു പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണയൊക്കെ ചൂടായപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പട്ട ഗ്രാമ്പൂ ഏലക്ക ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. പച്ചമുളക് ഇടാം, നമ്മുടെ ചെറിയുള്ളി, സവോള, കറിവേപ്പില, ഇതെല്ലാം കൂടെ അങ്ങ് തട്ടി കൊടുത്തേക്കാം. 2 സവോള എടുത്തേക്കുന്നു കേട്ടോ. ഇത് നമുക്ക് 600 ഗ്രാം ബീഫല്ലേ ഉള്ളൂ, അപ്പൊ ഇത്രയും മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ബീഫിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ഇതിനാവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ വാടട്ടെ. കിഴങ്ങൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ഉടച്ചു വെക്കാവേ. ഇത് ഒന്ന് ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിക്ക് വലിയ പണിയില്ല കേട്ടോ, വേഗം പരിപാടി കഴിയും. പിന്നെ സവോള ഒന്ന് വഴരുന്ന ആ ഒരു താമസമേ ഉള്ളൂ. കണ്ടോ, കിഴങ്ങൊക്കെ നന്നായിട്ട് നമ്മളൊന്ന് പുഴുങ്ങി പൊടിച്ചു വെച്ചിട്ടുണ്ട്. ബീഫൊക്കെ ഒരു 3 വിസിലും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഒരു 80% മേളിൽ വെന്തിട്ടുണ്ടാവും. അത് മതി. ഇനി നമുക്ക് സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗരം മസാല, മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ മല്ലിപ്പൊടിയും, കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കണം. എരിവിന് നമ്മൾ കുറച്ച് പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഈ കുരുമുളകിന്റെ എരിവ് അത്രേ ഉള്ളൂ കേട്ടോ, ഇത് മതിയാവും. അതൊക്കെ നിങ്ങളുടെ പാകത്തിന് ചേർക്കണേ. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ. പുളിയിൽ കുറവുള്ള തൈര്, ഇതൊരു 2 സ്പൂൺ തൈര് ഉണ്ടാവുമേ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് 2-ാം പാലാണേ. ഇതൊന്ന് തിളച്ചോട്ടെ. സമയത്ത് നമ്മുടെ ബീഫൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. ബീഫൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. ഓക്കെ, വെന്തിട്ടുണ്ട് കേട്ടോ. 2-ാം പാല് തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മുടെ ബീഫ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ബീഫ് ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് 2-ാം പാലിനകത്ത് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. നമ്മുടെ ബീഫ് എന്തായാലും തുറന്നു നോക്കട്ടെ. ഇതാ നല്ല പോലെ ഒന്ന് തിളച്ച് റെഡിയായി വന്നപ്പം പുഴുങ്ങി വെച്ചിരിക്കുന്ന കിഴങ്ങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 2 കിഴങ്ങാണ് എടുത്തത്.
ഇനിയിപ്പോൾ നമുക്ക് അധികം പണിയൊന്നുമില്ല കേട്ടോ. നമ്മുടെ കറിയുടെ ഉപ്പൊന്ന് നോക്കാവേ. കുറച്ച് ഉപ്പും കൂടെ വേണം. കിഴങ്ങിട്ട് കഴിഞ്ഞിട്ട് ഇതൊന്നും കൂടെ ഒന്ന് തിളച്ച് റെഡി ആയിക്കോട്ടെ. കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്യൂ പേസ്റ്റ് ഇല്ലേ, അതൊന്ന് ചേർത്ത് കൊടുത്തേക്കാം. 8-10 കാഷ്യൂ ഒന്ന് അരച്ചതാണ്. ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. നമ്മൾ കാഷ്യൂ പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഒന്നും കൂടെ ഇളക്കുക. ഇപ്പൊ തന്നെ കറിയുടെ ടേസ്റ്റിനും ഒക്കെ ഭയങ്കര വ്യത്യാസം വരും കേട്ടോ. ഇതുപോലെ ഒരു കുറുമ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്ന് പറയണം കേട്ടോ. ഇല്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. കാര്യം വെച്ചാൽ ഇത് മോഡേൺ സ്റ്റൈലല്ല, പഴയ തനിനാടൻ സ്റ്റൈലിലാണേ. നമ്മുടെ കറിയൊക്കെ കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കഴിഞ്ഞിട്ടും ഒന്ന് തിളച്ചു വന്നു. നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. ഒന്നാം പാൽ അങ്ങോട്ട് ഒഴിക്കുക. ലാസ്റ്റ് നമ്മുടെ ജീരകപ്പൊടി കണ്ടോ, അത് നല്ല ഒരു ടേസ്റ്റ് ആവട്ടോ ഈ ജീരകപ്പൊടി ചേർക്കുന്നത്. നിങ്ങളിൽ എല്ലാവരും ചേർക്കുമോ എനിക്കറിയത്തില്ല, പക്ഷെ നമ്മളിവിടെ ചേർക്കും. ഭയങ്കര ഒരു ടേസ്റ്റാണ്. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പ്, നമ്മുടെ ഒരു തക്കാളി അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കണ്ട. സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കുക. തക്കാളി കറി ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കാം. നമ്മുടെ കറി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. നമ്മുടെ ബീഫ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയുടെയൊക്കെ കൺസിസ്റ്റൻസി കണ്ടോ, കണ്ടോ, നല്ല കുറുകിനെ. അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയ്ക്കോ അല്ലെങ്കിൽ നെയ്ച്ചോറിനോ ഒക്കെ പറ്റിയ നല്ല കറിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ കറിയാണ്. നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കുറുമ. ഈ രീതി അല്ല കേട്ടോ, വേറെ മോഡലൊക്കെ ഉണ്ട്, അതും നമുക്ക് പരീക്ഷിക്കാം. പക്ഷെ നമ്മളെപ്പോഴും തനിനാടൻ്റെ ആൾക്കാരല്ലേ, അതുകൊണ്ട് ഈ നാടൻ സ്റ്റൈലിൽ വെച്ചാണ്. ഇതിലും ചൂടുവാ അല്ലേ. പിന്നെ എന്താ പറയാ, എല്ലാവരും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ മിലിറ്ററി ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ നേഴ്സുമാരുണ്ട്, അവിടെ താമസിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല ടെൻഷനൊക്കെ ഉണ്ട്. സമാധാനപരമായിട്ട് പോട്ടെ അല്ലേ, എല്ലാം ഭംഗിയായിട്ട് അവസാനിക്കട്ടെ. വലിയ യുദ്ധത്തിലേക്കൊന്നും പോവാതെ ഇതുപോലെ അങ്ങോട്ട് വേഗം നിർത്തി പോട്ടെ. എനിക്ക് നല്ല എന്താ പറയാ, നമുക്ക് ശരിക്കും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാ അല്ലേ. എനിക്ക് ഭയങ്കര പേടിയാ കേട്ടോ. അപ്പൊ എല്ലാ സമാധാനത്തിൽ വരാൻ നമ്മൾ പ്രാർത്ഥിക്കാം അല്ലേ. ബീഫ് ഒന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര ചൂടാ. ആദ്യം കറി ഒന്ന് കഴിച്ചു നോക്കാം. ഗ്രേവിയൊക്കെ സൂപ്പറാണ്. നല്ല കറി, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെയൊക്കെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയണേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.